ഈ സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അല്ലെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെ പ്രതിരോധിക്കാൻ ഈ പ്രതിപക്ഷത്തെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. വടി കൊടുത്ത് അടി വാങ്ങുക എന്ന പരിപാടി നിയമസഭ തുടങ്ങിയതുപോലെ ഇപ്പൊ ഇടതുപക്ഷത്തു നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. വടി കൊടുക്കുന്നു, അടി വാങ്ങിക്കുന്നു, വടി കൊടുക്കുന്നു, അടി വാങ്ങിക്കുന്നു. എങ്ങനെയാണ് ഈ തികച്ച ഏകപക്ഷീയമായ ഒരു ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇത് കാണുമ്പോൾ വിഷമം തോന്നുന്നത്. അതെ, ഇന്ന് വലിയ കാര്യത്തെ നമ്മുടെ മരുമോൻ റിയാസ് ഇന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ കുറെ പാണ്ഡമൊക്കെ ആയിട്ട് ലിസ്റ്റ് എടുത്തു. അതായത് ദേവസ്വം വകുപ്പിലെ ഡോക്ടർമാരെ വിടത്തില്ലെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു, ശബരിമല ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞു. അതുപോലെ നിപ്പ വന്നപ്പോൾ ഇവിടെ ഒന്നും നടന്നില്ല, ഒരാളുടെ കാലിൽ പുഴുവരിച്ചു സാർ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഈ രണ്ട് വകുപ്പും കൈകാളുന്ന, അതായത് ദേവസ്വവും ആരോഗ്യവും കൈയാളുന്ന ഒറ്റ മന്ത്രിയാണ്. ഈ ഒറ്റ മന്ത്രിക്ക് എന്തുകൊണ്ട് ഈ രണ്ട് വകുപ്പും, അതായത് രണ്ട് മന്ത്രിമാരാണെന്നെങ്കിൽ നമുക്ക് വേറെ പറയാൻ പറ്റും, പക്ഷെ ഇത് രണ്ടുപേരും ഒറ്റ മന്ത്രിയാണ്. എന്നിട്ട് പോലും സ്വന്തം വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ പോലും ഈ മന്ത്രിക്ക് കഴിയുന്നില്ല. ഇതെന്തൊരു സർക്കാരാണെന്നുള്ള. ഞാനായിരുന്നെങ്കിൽ കാണിച്ചു തരാമായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഇരുന്ന സമയത്ത് ഇതൊക്കെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത് ആരോടാണെന്നറിയോ? KM മുരളീധരൻ. കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ ഇവര് വിളിക്കും, കളിയാക്കും. പക്ഷെ ആ കിങ്ങിണിക്കുട്ടനൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം നല്ല കിടിലം കക്ഷിയാണ്. വയറ് നിറച്ചു കൊടുത്തു, വയറ് നിറച്ച്. അതിന്റെ വീഡിയോ ഞങ്ങൾ പിന്നാലെ കാണിക്കാം. നല്ല വയറ് നിറച്ച് മുരളീധരൻ കൊടുത്തു. മുഹമ്മദ് റിയാസ് അങ്ങോട്ട് വെച്ചു കൊടുത്ത സാധനത്തിന് മൊത്തം അത് പുള്ളി. കഴിഞ്ഞ 10 വർഷം ഇവിടെ റീൽസും 5 വർഷം വീണമീട്ടലുമാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ സർക്കാരാണ് ഇത് മുഴുവൻ കുളവാക്കിയത്. ഇവിടെ നിപ്പയ്ക്കുള്ള മരുന്ന് പോലും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതെ, അത് ഇവിടെ ഇപ്പൊ നിലവിൽ മെഡിക്കൽ കോളേജിലുള്ള ആളിന് വേണ്ടി വിദേശത്ത് നിന്ന് ഞങ്ങൾ മരുന്ന് വരുത്തിച്ച് കൊടുത്തു. ആ മനുഷ്യൻ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. അയാൾ സീരിയസ് അല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഞങ്ങളത് ചെയ്തു. നിങ്ങളൊരു മരുന്ന് വാങ്ങിച്ചിട്ട് നിങ്ങളൊരു കുന്തം കൂടെ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ബഹ്റിനിൽ നിന്ന് മരുന്ന് വരുത്തി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞത് ശരിയാണ്. വീണ മീട്ടലും റീൽസും ആയിരുന്നു. കാരണം നമുക്കറിയാം, ആദ്യത്തെ ആരോഗ്യമന്ത്രി പിണറായി സർക്കാരിലെ KK ശൈലജ അമേരിക്കയിൽ പോയി ഒരു പിഞ്ഞാണമൊക്കെ മേടിച്ചോണ്ടാണ് വന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കോവിഡ് ഫലപ്രദമായി നിർമ്മാർജ്ജനം ചെയ്തതിനും ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് കാഴ്ചവെച്ചതിനും വേണ്ടി കൊടുത്ത ഒരു ഉപകാരമായിരുന്നു. അവിടുത്തെ അന്തംകമ്മികളായിരിക്കും. പക്ഷേ പിന്നീടാണല്ലോ അറിയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായതും ഏറ്റവും കൂടുതൽ കോവിഡ് മരണം ഉണ്ടായതും ഈ കേരളത്തിലാണ്. അത് മറച്ചു. മാത്രമല്ല, സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ തട്ടിപ്പ് 5 രൂപയുള്ള സാധനത്തിന് 5000 രൂപയ്ക്ക് ഇട്ട് വാങ്ങിക്കും. അതാ ടീച്ചറമ്മ ഉറങ്ങുന്നില്ല എന്നാണ് നമ്മുടെ കോന്നി MLA നിലവിളിച്ചത്. അന്ന് ആരോ പറഞ്ഞത് ടീച്ചറമ്മ വെളുക്കോളം കക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഉറങ്ങാൻ സമയം കിട്ടാത്തത് എന്നാണ് അതിനെതിരെ. മുരളീധരൻ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്പീക്കറോട് പറഞ്ഞു, സാർ ഈ മന്ത്രിസഭ മാറിയത് പല ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും പഴയതിന്റെ തുടർച്ചയാണെന്നാണ് കരുതിയത്. അതുകൊണ്ട് ഇങ്ങനെ തോന്നിയ ദിവസം കാണിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ വൃത്തിയോട് കാണിച്ച് അവരെ നേരെ തന്നെ ചതുകൊണ്ട് ഡയറക്ടറെ മാറ്റിയെന്ന് അദ്ദേഹം അതല്ല പറഞ്ഞ ഞങ്ങൾ ആ കസേര അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു ഡയറക്ടർ, മീനാക്ഷി എന്ന് പറയുന്ന ഡയറക്ടറാണ് മെയിനായിട്ട് ഇരിക്കുന്നത്. അവിടെ കാറ്റിൽ പോയി ഉത്തരവും മേടിച്ചുകൊണ്ട് വന്ന് പഴയ KJ റീന എന്ന് പറയുന്ന ഡോക്ടർ KJ റീന ഇപ്പുറത്തൊരു കസേര ഇട്ട് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള OPD-യിലും മറ്റു കാര്യങ്ങളും ദൈനംദിന പ്രവർത്തനങ്ങളും ഈ ആരോഗ്യ വകുപ്പിന്റെ ഭരണവും മീനാക്ഷി എന്ന് പറഞ്ഞ ഡോക്ടർക്കാണ്. എന്തായാലും ആദ്യ ഗംഭീരം, വെൽ ഡൺ എന്ന് വേണം പറയാൻ. നമുക്കത് കാണാം. നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ പ്രകടനവും അവസാനം ഈ K മുരളീധരൻ എടുത്ത് ഉടുക്കുന്നതും ഈ ചാരമാണെന്ന് കരുതി ചികയാൻ നിൽക്കണ്ട എന്ന് സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗ് ഉണ്ട്. അതാണ് ഓർമ്മ വരുന്നത്. അങ്ങോട്ട് കയറി ചൊറിയാൻ ചെന്നതാ, വേറെ ആരെയാന്നേലും വേണ്ടുകയില്ല, മുരളീധരന്റെ അടുത്തോട്ടാണ്. പഴയ മുരളീധരനല്ല, നിങ്ങൾ പറഞ്ഞ പഴയ, നിങ്ങൾ കളിയാക്കിയ പഴയ കിങ്ങിണിക്കുട്ടനൊന്നുമല്ല അദ്ദേഹം. അദ്ദേഹമാണ് ഇപ്പൊ ഏറ്റവും മികച്ച ഒരു വകുപ്പല്ല, 2 വകുപ്പ്. ആ 2 വകുപ്പും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നു. അതിനിടയ്ക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അവിടെ കസേര കളിച്ചു. സർക്കാർ തീരുമാനിച്ച ആള് തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കസേര ഇരിപ്പുണ്ട് താനും. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഇത് ഗൗരവമേറിയ വിഷയമായി കണ്ടുകൊണ്ട് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ ഈ സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിപ ആണ് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാർ, നിപ ബാധിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എത്ര പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാർ?
ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ആ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് സാർ പോസിറ്റീവായത്. സമ്പർക്ക പട്ടിക ഞങ്ങൾ തയ്യാറാക്കി, 104 പേരുടെ സമ്പർക്ക പട്ടിക. സാർ ഈ രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഇവിടെ ആദ്യം ശ്രീ റിയാസ് പറഞ്ഞു, മന്ത്രി ഒന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർ വേറെ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയത് അറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ, മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല. സാർ ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ, കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗിയെ അഡ്മിറ്റാക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആൻറ്റിബോഡി, അതും റിബ വീറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു. പിന്നെയുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല സാർ. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരിലെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം സത്യത്തിൽ ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂർ പോലും ആ രോഗി സർവൈവ് ചെയ്യില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ഏതായാലും ഇതുവരെയായിട്ട് കുഴപ്പം കൂടാതെ അദ്ദേഹം വെന്റിലേറ്ററിലാണ്. പക്ഷേ സ്ഥിതി ഗുരുതരമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വരുന്ന ആ സന്ദർഭത്തിനേക്കാൾ സ്ഥിതി കുറച്ചുകൂടെ ഭേദപ്പെട്ടിട്ടുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ എന്ന് വിചാരിച്ച് അത് സീരിയസ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു വ്യക്തിയിൽ മാത്രം ആ രോഗം ഒതുങ്ങി നിന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരിശോധന നടത്തി. എല്ലാവരും ഏതാണ്ട് 69ഓളം ടെസ്റ്റ് നടത്തി, എല്ലാം നെഗറ്റീവാണ് സാർ. പിന്നെ എങ്ങനെയാണ് സാർ നിപ പടരുന്നതെന്ന് പറയുന്നത്? പിന്നെ മറ്റ് ബഹുമാനപ്പെട്ട പ്രമേയ അവതാരം പറഞ്ഞു ഒരു സത്യം അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ശരിയാണ് സാർ. സാധാരണ അങ്ങക്ക് അറിയാലോ, ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്. ഫെബ്രുവരിയിൽ ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രഖ്യാപിച്ച ഡ്രൈഡേ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രസംഗം കാരണമാണ് അതൊക്കെ എഴുതി വായിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ചില ഉദ്യോഗസ്ഥന്മാരില്ല. സാർ ഞാൻ ചോദിക്കട്ടെ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല, സമ്മതിച്ചു. 5 ജില്ലകളിൽ ഇപ്പോൾ DMOമാരില്ലെങ്കിലും ചാർജുള്ളവരുണ്ട്. എന്നുതൊട്ടാണ് ആ പോസ്റ്റ് ഒഴിവായത്? കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി, മലപ്പുറം ജില്ലകളിലൊക്കെ ചാർജ് ഓഫീസർമാർ ഞങ്ങൾ വന്നിട്ടാണ് സാർ കൊടുത്തത്. സാർ ഇതിൽ ഈ കാസർഗോഡ് മാത്രമല്ല, ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോഴാണ് DPC കൂടി ലിസ്റ്റ് തയ്യാറാക്കി സാർ. അത് ഇന്നോ നാളെയായിട്ട് ലിസ്റ്റ് പുറത്തിറക്കും. ഇത് DPC കൂടലേ സാർ, ഇതൊന്നും കൂടിയിട്ടില്ല. ഇത് മാത്രമല്ല, ഏറ്റവും രസകരമായൊരു കാര്യം, മുമ്പ് 4/6/2018 അന്ന് ശ്രീ അനൂപ് ജേക്കബിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. നിപ വൈറസ് ബാധ മൂലം ഈ വർഷം എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയാമോ? നിപ വൈറസ് ബാധ മൂലം ഈ വർഷം സംസ്ഥാനത്ത് 16 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 2 പേർ ചികിത്സയിലാണ്. എന്നിട്ടാണ് സാർ ഒരു രോഗി, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി കാരണം ഇവിടെ എല്ലാം നിപ വ്യാപിച്ചു എന്നുള്ള ദുഷ്പ്രചരണം ഇവിടെ നടത്തുന്നു സാർ. DMOമാരെ വയ്ക്കും. കാരണം ഇതൊക്കെ മുമ്പ് ചെയ്യണ്ടേ സാർ? അധികാരത്തുള്ള കാലത്ത് ഇതുവല്ലോ നോക്കിയോ? ഇതൊന്നും നോക്കാതെ എല്ലാം തുറന്നു വിട്ട് ഞങ്ങൾ വന്നപ്പോൾ അതിനെ കുടത്തുനിന്ന് പോയ ഭൂതത്തിനെ തിരിച്ചു കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ എല്ലാം നശിച്ചു എന്നുള്ള പറയുന്നത്. അതല്ല സാർ. മാത്രമല്ല, സർക്കാരിനോട് കൂറില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കസാല മാറ്റിയിരുത്താൻ മാത്രമേ ചെയ്യുള്ളൂ. അത് ഭാവിയിലും ഉണ്ടാവും. കാരണം സിസ്റ്റത്തിനോട് സഹകരിക്കണം സാർ. ഈ തകർന്നു കിടന്നൊരു സിസ്റ്റം, 10 വർഷമായിട്ട് തകർന്നു കിടന്ന സിസ്റ്റത്തിനെയാണ് ഞങ്ങൾ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ശക്തനായിട്ടൊരു മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ സഹായിക്കാൻ അത്ര ശക്തമൊന്നും അല്ലെങ്കിലും
ആരോഗ്യമന്ത്രിയെ പോലത്തെ മന്ത്രിമാർ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാർ ഇത് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പോൾ നിലവിലില്ല.